ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. തലസ്ഥാന നഗരത്തിന്റെ വീഥികളെല്ലാം പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞിരുന്നു. നിവേദിക്കൽ ചടങ്ങിന് ശേഷം പണ്ടാരയടുപ്പിൽ പുണ്യാഹം തളിച്ചതോടെ പൊങ്കാല പുണ്യവുമായി ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും കവച്ച് പൊങ്കാല അടുപ്പുകളിൽ നിവേദ്യം തിളച്ചുയർന്നു. പുണ്യാഹം തെളിച്ച് ദേവിക്ക് നേദ്യമർപ്പിക്കൽ, പിന്നാലെ പുഷ്പവൃഷ്ടി. എനിക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട് ജീവിതത്തിൽ, എല്ലാം ഭഗവാൻ സാധിച്ചും തരുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് ഞങ്ങൾ തൊഴുതു. ശുദ്ധപുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. മുന്നിലെ പാട്ടുപുരയിൽ തോറ്റംപാട്ടുകാർ കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിച്ചു പാടി. ക്ഷേത്രം തന്ത്രി ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ ദീപം ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്കും പിന്നാലെ പണ്ടാര അടുപ്പിലേക്കും. പായസം ആദ്യമേ വെച്ച് കഴിഞ്ഞു, ഇനി തെരളി ഇതും കൂടെ ഉള്ളു. ലക്ഷക്കണക്കിന് ഭക്തരുടെ മുഖങ്ങളിൽ ആഗ്രഹ സാഫല്യത്തിന്റെ സന്തോഷം. തയ്യാറാക്കിയ നൈവേദ്യം ആറ്റുകാലമ്മ സ്വീകരിച്ച സംതൃപ്തിയോടെ അടുത്ത വർഷത്തെ കാത്തിരിപ്പുമായി ഭക്തജനങ്ങൾ മടങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.